ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നൊരു നേതാവ് കമ്മിറ്റിക്കകത്ത് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും അവനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം VS ആരാണ്, പകരക്കാരനില്ലാത്ത ആളല്ല. അദ്ദേഹത്തെ തെറ്റുപറ്റിയാതെ ഞങ്ങൾ എതിർക്കുന്നത് രാഷ്ട്രീയമാണത്. പാർട്ടിയിലെ വിഭാഗീയ കാലത്ത് VS അച്യുതാനന്ദൻ്റെ സ്വന്തം ജില്ലയാണ് ആലപ്പുഴ. ആ കാലഘട്ടത്തിലേക്ക് ഒരുപക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ച് പാർട്ടിയിൽ ആ നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പ്രേരണയായത് അല്ലെങ്കിൽ ഒരു സഹായമായത് ഒരു ഘട്ടത്തിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നിലപാടാണ്. പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് VSനെ കൈവിട്ടത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. വിഭാഗീയത എന്നുള്ള പേര് തന്നെ തെറ്റായിട്ടുള്ളതാണ്. അതാരോ പാർട്ടി രേഖയിൽ എഴുതി വെച്ചതാണ്. അത് നിങ്ങൾ പറയുകയാണ്. എന്ത് വിഭാഗീയത? ഉൾപാർട്ടി സമരമാണ് കാണുന്നത്. അതാണ് വിഭാഗീയത. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ രണ്ട് ലൈൻ എടുക്കുന്നതിന് പേര് വിഭാഗീയത എന്നാണ്. ഒന്നും വിഭാഗീയതയല്ല. പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. VS ആണ് ആദ്യം നടത്തിയത് ആ പോരാട്ടം. VSന് ശക്തമായി പിന്തുണ ആലപ്പുഴ കൊടുത്തു. ഒടുവിൽ പിണറായി വിജയനെ ജയിലിലടയ്ക്കാനുള്ള ലാവൽ കേസുമായി VS കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം പാർട്ടി സെക്രട്ടറി ജയിലിലടക്കുന്നതിനോട് യോജിപ്പില്ല. ക്യാബിനറ്റ് കൊണ്ടുവന്ന അദ്ദേഹം പ്രമേയം, CBI എൻക്വയറി. ഞാനാണ് ആദ്യം എതിർത്തത്, എല്ലാവരും എതിർത്തു. അപ്പോൾ അദ്ദേഹം മടക്കി പാക്കറ്റ് ഇട്ടു. ഇതൊക്കെ അറിഞ്ഞു. ഇതൊന്നും വിഭാഗീയതയല്ല. പിണറായി വിജയൻ്റെ നയം ശരിയായിരുന്നപ്പോൾ അതിനോടൊപ്പം നിന്നു. 39 വർഷമാണ്. VSനോട് യാതൊരു വിരോധമില്ല. VSനെ എന്താ പറയുന്നത്, ഒരു നേതാവ് പറഞ്ഞല്ലോ VSന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും? അത് എന്നോട് ചോദിക്കുക. നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത്? പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തെറ്റാണോ? അതെല്ലാം നിഷേധിക്കുകയാണല്ലോ പിന്നെ പാർട്ടി ചെയ്തത്. ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നൊരു നേതാവ് കമ്മിറ്റിക്കകത്ത് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും അവനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം VS ആരാണ്, പകരക്കാരനില്ലാത്ത ആളല്ല. അദ്ദേഹത്തെ തെറ്റുപറ്റിയാതെ ഞങ്ങൾ എതിർക്കുന്നത് രാഷ്ട്രീയമാണത്. പക്ഷേ അതെല്ലാം അവസാനം തിരുത്തി. അദ്ദേഹത്തെ പുറത്താക്കാൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. ഞാനും വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ ആക്ഷേപിച്ചിട്ടില്ല. ആക്ഷേപിച്ചെന്നൊക്കെ ചുമ്മാതിപ്പാടെന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കറുത്ത അക്ഷരത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒട്ടിച്ച ഒരു ആളാണ് ഇപ്പോൾ അപ്പുറത്ത് നിന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളതൊക്കെ കീറിക്കളഞ്ഞു. ഒന്നും വേണ്ട. ഇത് ഉൾപ്പാർട്ടി ഫൈറ്റാണ്. പാർട്ടി അങ്ങനെ സ്ട്രോങ് ആയി. ആലപ്പുഴ പാർട്ടി കേരളത്തിലെ പാർട്ടിക്ക് തന്നെ സ്ട്രെങ്ത് കൊടുത്തു. പിണറായി വിജയനെ അസ്തമിച്ചു പോകാതിരിക്കാൻ. അന്ന് മലപ്പുറം സമ്മേളനത്തിൽ പാർട്ടിയുടെ നിലപാട് വേറെ ആയിരുന്നുവെങ്കിൽ CPMന്റെ ദിശ തന്നെ മാറിപ്പോകുമായിരിക്കും. ആലപ്പുഴ അത്ര പ്രധാനപ്പെട്ട സ്ഥലമാണ്, സാധാരണ ജില്ലയല്ലത്. അതാണ് ഞാൻ വിജയരാഘവനോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആലപ്പുഴയെ പറ്റി ഒന്നും അറിയില്ല, അമ്പലപ്പുഴ അറിയില്ല. നിങ്ങൾ വല്ലപ്പോഴും ഇവിടെ കമ്മിറ്റിക്ക് കൂടെയാണ്. വിജയരാഘവൻ 2-3 മാസം ഈ പാർട്ടിയുടെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി നശിപ്പിച്ചത് അദ്ദേഹമാണ്. ആ സമയത്ത് ആലപ്പുഴ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആ മനുഷ്യരാണ്. പെട്ടെന്ന് അയാളെ മാറ്റി. അത് സ്ഥിരപ്പെടുത്തി കൊടുത്തില്ല. മനസ്സിലായില്ലേ? പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇതുപോലുള്ള പോളിറ്റ് ബ്യൂറോ. മനസ്സിലായില്ലേ? ബേബി കഷ്ടപ്പെടും.